മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. SSLC, +2, VHSC എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. തൃശൂർ MPയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് CPM അതിക്രമം നടത്തിയെന്നാരോപിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ച തിരുവില്ലാമല BJP പഞ്ചായത്ത് കമ്മിറ്റി. തൃശൂർ MPയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് CPM അതിക്രമം നടത്തിയതിലും തൃശൂർ ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബിനെ മർദ്ദിച്ചതിലും പ്രതിഷേധിച്ചാണ് BJP തിരുവില്ലാമല പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. തിരുവില്ലാമല ടൗണിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിനും പൊതുയോഗത്തിനും BJP തൃശൂർ വെസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് PK മണി, ചേലക്കര മണ്ഡലം ജനറൽ സെക്രട്ടറി PK ഉമേഷ്, തിരുവില്ലാമല പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് JP മാസ്റ്റർ, ജനറൽ സെക്രട്ടറി ഷീല പണിക്കർ, ഉപാധ്യക്ഷന്മാരായ വേലുക്കുട്ടി, പ്രകാശൻ, സെക്രട്ടറിമാരായ ശ്രീയേഷ്, ശ്രീലേഷ്, യുവമോർച്ച പഞ്ചായത്ത് അധ്യക്ഷൻ ദിലീപ് അപ്പു, മഹിളാ മോർച്ച പഞ്ചായത്ത് അധ്യക്ഷ സൗമ്യ സുരേഷ്, BJP പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായ സുജിത്ത് പന്തല്ലൂർ, രാമചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഭാരതീയ ജനതാ പാർട്ടി ഇനി വരും കാലങ്ങളിൽ ഈ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് അതിനുള്ള തയ്യാറെടുപ്പ് നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിക്കൊണ്ടിരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടി മനസ്സിലാക്കിയിട്ടുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചേർക്കുന്നതുമായിട്ട് അതുപോലെ തന്നെ കോൺഗ്രസിന് അറിയാം, ഒരു അധ്വാനവും കൂടാതെയാണ് കോൺഗ്രസ് ഇക്കാലവും അത്രയും തെരഞ്ഞെടുപ്പിൽ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനി അവർക്ക് പണിയെടുക്കാതെ ജയിക്കാൻ സാധിക്കില്ല. അത് മനസ്സിലാക്കിയിട്ടാണ് കള്ളത്തരവുമായിട്ട് ഈ രാഹുൽ ഗാന്ധി കൂട്ടിൽ ഇറങ്ങിയിരിക്കുന്നത്. അത് കണ്ട് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ അങ്ങനെ തുള്ളിക്കളിക്കൊന്നും വേണ്ട. ഇന്ന് പുതിയ വാർത്ത വന്നിരിക്കുന്നു. സോണിയാഗാന്ധി ഇന്ത്യയിലെ പൗരത്വം എടുക്കുന്നതിന് മുമ്പ് 1983 സോണിയാഗാന്ധി, ഇറ്റലിക്കാരിയായ സോണിയാഗാന്ധി ഇന്ത്യൻ പൗരത്വം നേടുന്നത്. അതിന് 3 വർഷം മുമ്പ് 1980 അവര് നമ്മുടെ രാജ്യത്തെ വോട്ടർ പട്ടികയിൽ കയറിക്കൂടിയിട്ടുണ്ട് എന്നുള്ള വോട്ടർ പട്ടിക പേര് വന്നിട്ടുണ്ടെന്നുള്ള വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. CCV ന്യൂസ്, തിരുവല്ലോമല.